രാഘവേട്ടനല്ലേ? അതെ. ആ വരുന്നയാളെ മനസ്സിലായോ? സുമേഷ് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ മോളെ പെണ്ണ് കാണാൻ വന്നിരുന്നു. ഓ, മനസ്സിലായി മനസ്സിലായി. ഇത് രാഘവേട്ടൻ. നീ ഇപ്പോഴും ഡ്രൈവറാണല്ലേ? അതങ്ങനെയാ, ഈ ഡ്രൈവർമാര് എന്നും ഡ്രൈവറാ. അവർക്ക് വല്ല പ്രമോഷനോ പുരോഗമനോ ഒന്നും ഉണ്ടാവില്ല. ചേട്ടോ, ഇത് വെറും ഡ്രൈവർ അല്ല, ഞങ്ങളുടെ മുതലാളിയും കൂടിയാ. അല്ല, ചേട്ടന്റെ മോളുടെ വിവാഹം കഴിഞ്ഞോ? ഇല്ല, പറ്റിയതൊന്നും വന്നില്ല. ജില്ലാ കളക്ടർമാർക്കൊന്നും ഒരു ഒഴിവും ഉണ്ടായിട്ടുണ്ടാവില്ല. സുമേഷിന്റെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു രാഘവേട്ടാ. സുമേഷിന്റെ ഭാര്യ വക്കീലാ. കല്യാണം കഴിയുമ്പോ BA കാരിയായിരുന്നു. സുമേഷ് പഠിപ്പിച്ച് വക്കീലാക്കി. ഡ്രൈവർമാരെയും വണ്ടിപ്പണിക്കാരെയും BA കാരിയായി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിടുമ്പോ സുമേഷിന്റെ വിദ്യാഭ്യാസം നിങ്ങൾ ചോദിച്ചില്ല. നിങ്ങളുടെ മോള് BA കാരിയായിരുന്നെങ്കിലേ സുമേഷ് MA കാരനായിരുന്നു. വേറെ ജോലി സാധ്യത ഒരുപാടുണ്ടായിട്ടും ഈ ജോലിയോടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് സുമേഷ് ഈ ഡ്രൈവർ ജോലി തെരഞ്ഞെടുത്തത്. ചേട്ടാ, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്താലേ നല്ലത്. അതാണ് ഞാനിത് തെരഞ്ഞെടുത്തത്. അത് മാത്രല്ല ചേട്ടാ. മതി, അവിടെ പോ. സോറി മോനെ. സോറി ഒന്നും പറയണ്ട ഏട്ടാ. നിങ്ങളുടെ മകൾക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിൽ അത് പറയാമായിരുന്നു. അതിന് പകരം എല്ലാ ഡ്രൈവർമാരും മോശമാന്ന് പറഞ്ഞത് അത് ശരിയല്ല. ചേട്ടൻ ചിന്തിച്ചോക്കൂ, ഈ ലോകത്ത് 80% ഡ്രൈവർമാരാ. പിന്നെ ഈ ജോലിയെ അത്ര സിമ്പിളായിട്ട് കാണണ്ട. കാരണം മനുഷ്യന്റെ ബുദ്ധിയും കണ്ണും കാതും കൈകാലുകളും ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ജോലിയാണ് ഡ്രൈവർ ജോലി. ഏത് മനുഷ്യനും ഏത് ആവശ്യത്തിനും ഒരു ഡ്രൈവർ ആവശ്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മുന്നിലെത്തിക്കാൻ എത്ര ഡ്രൈവർമാർ ഓർക്കൊഴിഞ്ഞു കാണും. നാളെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്ത് സംഭവിച്ചാൽ ഉടനെ ഒരു ആംബുലൻസ് വിളിക്കും. അതിന് വരുന്നതും ഒരു ഡ്രൈവറാണ്. അവൻ അവന്റെ ജീവൻ വില കൽപ്പിക്കാണ്ട് മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറക്കുന്നു. അതാണ് ഡ്രൈവർ. ആ ഡ്രൈവറെ നിങ്ങൾക്ക് പുച്ഛല്ലേ?